യെസ്, നമ്മൾ മടങ്ങിയെത്തുകയാണ്. പ്രഭാത കേരളം വിശദമായി വീണ്ടും മറ്റു ചില വാർത്തകളിലേക്ക് പോകുന്നു. സൂവിനുള്ളിൽ മൃഗശാലയ്ക്കുള്ളിൽ തന്നെ ഞങ്ങളുണ്ട്. മറ്റു കാഴ്ചകളിലേക്കും നമുക്ക് വരാം. നമുക്ക് ചില അന്താരാഷ്ട്ര വാർത്തകൾ നോക്കുമ്പോൾ സുഡാനിൽ ആഭ്യന്തര സംഘർഷം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. അവിടെ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഒരു മലയാളി അവിടെ കൊല്ലപ്പെട്ടിരുന്നു. കണ്ണൂർ സ്വദേശി ആൽബർട്ട് അഗസ്റ്റിൻ. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ ജിദ്ദയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സുഡാനിൽ നിന്നുള്ള ആദ്യ മലയാളികളെ വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം ഡൽഹിയിലും എത്തിയിട്ടുണ്ട്. അവിടുത്തെ വെടിനിർത്തൽ ഇതുവരെയും പൂർണ്ണമായിട്ടില്ലെന്നാണ് ലഭിക്കുന്ന ആഭ്യന്തര റിപ്പോർട്ടുകൾ. എന്തായാലും സരുണെ ജോസ് ന്യൂസ് ഡെസ്കിൽ നിന്നും തയ്യാറാണ് കൂടുതൽ വിവരങ്ങളുമായി. സരുൺ, ഗുഡ് മോർണിംഗ്. എന്താണ് രക്ഷാപ്രവർത്തനം, എങ്ങനെ പുരോഗമിക്കുന്നു? അതോടൊപ്പം തന്നെ ആദ്യ വിമാനം ഡൽഹിയിലെത്തി, പ്രത്യേകിച്ചും സുഡാനിൽ നിന്നുള്ള മലയാളികളുമായുള്ള ആദ്യ വിമാനം ഡൽഹിയിലെത്തി എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ? സജിത്ത്, ഭവ്യ, ഗുഡ് മോർണിംഗ്. സുഡാനിൽ നിന്നുള്ള രക്ഷാദൗത്യം ഓപ്പറേഷൻ കാവേരി പുരോഗമിക്കുകയാണ്. സുഡാനിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 72 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. സൈന്യവും അർദ്ധസൈനിക വിഭാഗവും തമ്മിലുള്ള രക്തരൂക്ഷിതമായ പോരാട്ടമാണ് ഇപ്പോൾ സുഡാനിൽ നടക്കുന്നത്. ഇവിടുത്തെ വെടിനിർത്തൽ ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. ഇതിനിടയിലാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമായി തുടരുന്നത്. സുഡാനിൽ 3500ഓളം ഇന്ത്യക്കാരാണ് കുടുങ്ങിക്കിടന്നത്. ഇവരിൽ 1100 പേരെയാണ് ഇതിനകം ജിദ്ദയിൽ എത്തിച്ചത്. ഈ ജിദ്ദയിൽ എത്തിച്ച ഇന്ത്യക്കാരിൽ 360 പേരെ ഇന്നലെ വൈകിട്ട് ഡൽഹിയിൽ എത്തിച്ചു. ഇതിൽ 19 പേർ മലയാളികളാണ്. ഈ സുഡാനിൽ ഈ ആഭ്യന്തര സംഘർഷത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട കണ്ണൂർ ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും ഇന്നലെ ജിദ്ദയിലെത്തി. ഇവരെ കൊച്ചിയിലെത്തിക്കാൻ ടിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ സജ്ജമാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ന് വെടിനിർത്തൽ അവസാനിക്കാനിരിക്കെ ഈ സുഡാനിലെ സാഹചര്യം കൂടുതൽ സംഘർഷഭരിതമാവുകയാണ്. കാരണം നേരത്തെ ജയിലിലടച്ച രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവർ ജയിൽ ചാടി ആശുപത്രികളിലും മറ്റും അഭയം തേടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയൊരു പോർമുഖം തുറക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഭക്ഷണം, ഇന്ധനം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ പ്രതിസന്ധി നേരിടുകയാണ് സുഡാൻ എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. കടകളടക്കം കൊള്ളയടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏതായാലും വെടിനിർത്തൽ 72 മണിക്കൂർ പ്രഖ്യാപിച്ചെങ്കിലും ഈ രാജ്യത്തിൻ്റെ പലയിടത്തും ഇപ്പോഴും വെടിയൊച്ചകളും സ്ഫോടനങ്ങളും കേൾക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഏതായാലും വെടിനിർത്തലിന് മുമ്പ് കൂടുതൽ പേരെ തിരികെ എത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അവിടെ നടത്തുന്നത്. സജിത്, ഭവ്യ. യെസ്, സുഡാനിലെ സാഹചര്യം അതാണ്. സരുൺ, ഒരു കാര്യം കൂടി, ഈ മലയാളികൾ എത്ര കണ്ട് സുരക്ഷിതരമാണ്? കാരണം ഓപ്പറേഷൻ കാവേരി ആരംഭിച്ചു കഴിഞ്ഞു. പൂർണ്ണമായും എല്ലാവരെയും അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് തിരികെ എത്തിക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ മലയാളികളുള്ള ഒരു മേഖലയാണല്ലോ. മറ്റു മലയാളികളുടെ സാഹചര്യം എങ്ങനെയാണ്? കാരണം ഈ ആൽബർട്ട് അഗസ്റ്റിന്റെ മരണം പോലും സംഭവിക്കുന്നത് വീടിനുള്ളിൽ കഴിയുമ്പോഴാണ് വെടി ഉണ്ടായത്, അല്ലാതെ പുറത്തിറങ്ങുമ്പോഴല്ല. അത്രയധികം സങ്കീർണമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആ സാഹചര്യങ്ങൾക്ക് ഇപ്പോൾ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? മലയാളികളൊക്കെ എത്ര കണ്ട് സുരക്ഷിതമാണ്? അത്തരം റിപ്പോർട്ടുകൾ ലഭ്യമാവുന്നുണ്ടോ സരുൺ? സജിത്ത്, പ്രധാനമായും തലസ്ഥാനമായ ഖാർത്തൂമിലാണ് കൂടുതൽ ഇന്ത്യക്കാർ ഉള്ളത്. അതിൽ തന്നെ മലയാളികളും ഏറ്റവും കൂടുതലായിട്ടുള്ളത് സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിലാണ്. ഡർഫർ ഉൾപ്പെടെയുള്ള മേഖലകളിലും ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ തലസ്ഥാനമായ ഖാർത്തൂമിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഖാർത്തൂമിൽ സാഹചര്യങ്ങൾ കുറെ കൂടി മെച്ചമാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിനാൽ തന്നെയും ഈ ഖാർത്തൂമിൽ കഴിയുന്ന ആളുകളുടെ കാര്യത്തിൽ അത്ര ആശങ്കയില്ല. പക്ഷേ സുഡാന്റെ മറ്റിടങ്ങളിലാണ് ഈ വെടിവെപ്പും അതുപോലെ തന്നെ സ്ഫോടനങ്ങളും ഇപ്പോഴും തുടരുന്നത്. ഈ ഖാർത്തൂമിൽ നിന്ന് പോർട്ട് സുഡാനിൽ എത്തിച്ച ശേഷമാണ് ഈ ആളുകളെ ജിദ്ദയിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ മനുഷ്യത്വ ഇടനാഴി രൂപീകരിച്ചതിന് ശേഷമാണ് ഇവിടേക്ക് ഈ പോർട്ട് സുഡാനിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. അതിനാൽ തന്നെയും ഖാർത്തൂമിൽ നിന്ന് പോർട്ട് സുഡാനിലേക്കുള്ള യാത്ര അത്രയ്ക്ക് ആശങ്കപ്പെടുത്തുന്നില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അതിനാൽ തന്നെയും ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ഖാർത്തൂമിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം അത്ര ദുഷ്കരമായിരുന്നില്ല. എന്നാൽ ഈ വെടിനിർത്തൽ സമയപരിധി കഴിഞ്ഞതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് സംബന്ധിച്ച്, രക്ഷാദൗത്യം സംബന്ധിച്ച് ഈ സൈന്യവും അതുപോലെ തന്നെ അവിടുത്തെ അർദ്ധസൈനിക വിഭാഗവുമായുള്ള ചർച്ചകളും നടത്തുന്നുണ്ട്. ഏതായാലും ഏറെ ആശങ്കയ്ക്ക് വകയില്ലാതെ തന്നെ മുഴുവൻ ഇന്ത്യക്കാരെയും രക്ഷപ്പെടുത്താമെന്നുള്ള ഈ ജിദ്ദയിലെത്തിച്ച് തിരികെ നാട്ടിലെത്തിക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴും പങ്കുവെക്കുന്നത്. സജിത്.
യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സുഡാനിൽ സംഘർഷം കുറഞ്ഞു വരുന്നു. മലയാളികളെ സുരക്ഷിതമായി ഇവിടെ എത്തിക്കാനുള്ള ദൗത്യം അത് നന്നായി തന്നെ ഓപ്പറേഷൻ പുരോഗമിക്കുന്നു. കാവേരി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അല്ലെ? പ്രത്യേകിച്ച് വി മുരളീധരനെ, അവിടെ മലയാളി കൂടിയായ വി മുരളീധരനെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ചുമതല കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ഭംഗിയായി പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം നമ്മളിങ്ങനെ മൃഗശാലയിൽ നിന്നും ആണ് പ്രഭാത കേരളം എത്തിക്കുന്നത്. പ്രേക്ഷകരിലേക്ക് അല്പം മനോഹര ദൃശ്യങ്ങൾ എത്തിക്കാനുണ്ട്.